ഗർഭധാരണം എന്നത് സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതാണ്. സ്ത്രീയെ മാത്രമല്ല പുരുഷനെയും ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും തീരുമാനം കൃത്യമായിരിക്കണം എന്നതാണ് ആദ്യത്തെ പടി. അതിനുശേഷം ഗർഭധാരണത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്നാൽ ഗർഭധാരണം നടക്കുന്നതിന് മുൻപ് പലവിധത്തിലുള്ള ഘട്ടങ്ങൾ ശരീരത്തിൽ നടക്കേണ്ടതുണ്ട്. ഗർഭധാരണത്തിൽ സ്ത്രീക്കെന്ന പോലെ തന്നെ പുരുഷനും അതേ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇരുവരും ശ്രദ്ധിക്കണം. ഗർഭധാരണത്തിന് അണ്ടത്തോടൊപ്പം തന്നെ ബീജവും ആവശ്യമാണെന്ന് നമുക്കറിയാം. ഇത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണെന്ന് തോന്നുമെങ്കിലും ഇതിനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആർത്തവത്തിന് ശേഷമുണ്ടാവുന്ന പ്രത്യുത്പാദനശേഷി കൂടുതലുള്ള സമയത്ത് വേണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിന്. എന്നാൽ ഈ സമയം പോലും അതിനുള്ള സാധ്യത 10% മുതൽ 33% വരെ മാത്രമേ ഉള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് തടസ്സങ്ങൾ ധാരാളമുണ്ട് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഗർഭധാരണത്തിൽ അണ്ഡവും ബീജവും വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് വിശദമായി അറിയാൻ ലേഖനം വായിക്കാം. ലൈംഗിക ബന്ധത്തിനു ശേഷം ബീജം അണ്ഡത്തോടൊപ്പം ചേരാൻ എത്ര സമയമെടുക്കും? ഈ സമയം ശരീരത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? കൂടാതെ എത്ര ബീജങ്ങൾ യഥാർത്ഥത്തിൽ ബീജസങ്കലനത്തിന് വിധേയമാവുന്നു? തുടങ്ങി നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും നമുക്ക് മുന്നിലുണ്ടായിരിക്കും. ഗർഭധാരണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഏതു ദമ്പതികളിലും ഇത്തരം 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് ഗർഭധാരണം സംഭവിക്കുന്നത്. സ്ത്രീ സ്വകാര്യ ഭാഗത്തുകൂടി സെർവിക്സിലേക്ക് എത്തുന്നു. പിന്നീട് അവിടെ നിന്നാണ് ഗർഭാശയത്തിലേക്കും ഒടുവിൽ ഫലോപ്പിയന് യൂട്യൂബിലേക്കും അവിടെ നിന്ന് ഗർഭപാത്രത്തിലേക്കും എത്തുന്നത്. ബീജത്തിന് ഇത്രയും യാത്ര നടത്തുന്നതിന് ഏകദേശം 15 to 18 സെന്റിമീറ്റർ വരെ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാൽ ശരിയായ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ ബീജം സ്വയം സഞ്ചരിച്ച് മുകളിൽ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുന്നു. സാധാരണ അവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം 15 to 45 മിനിറ്റ് വരെ എടുക്കാം ബീജമണ്ഡത്തിന് അടുത്തെത്തുന്നതിന്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകളിൽ അണ്ഡോത്പാദനം സംഭവിച്ചിട്ടില്ലെങ്കിൽ ബീജത്തിന്റെ ഈ പ്രക്രിയയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. ബീജം പുരുഷ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാലും 5 ദിവസം വരെ സ്ത്രീ ശരീരത്തിൽ ജീവനോടിരിക്കാൻ സാധിക്കുന്നു. ഈ സമയം അണ്ഡോത്പാദനം നടന്നാൽ നിങ്ങളിൽ ഗർഭധാരണ സാധ്യതയുണ്ട്. സ്ത്രീ ശരീരത്തിൽ എത്തുന്ന ബീജത്തിന് വെറും 8 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സ്വയം നീന്തി അണ്ഡത്തിനടുത്തേക്കെത്തുന്നു. പുരുഷന്മാരിൽ നിന്ന് ബീജം പുറത്തേക്ക് വന്ന് 1 മിനിറ്റിനുള്ളിൽ തന്നെ ബീജം ഒരു ജെല്ല് പരുവത്തിലേക്ക് മാറുന്നു. എന്നാൽ സെർവിക്സിനടുത്തെത്തുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ഈ ജെല്ല് നശിക്കുകയും ബീജം വീണ്ടും നീന്താൻ തുടങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ അതിജീവിച്ച് മുന്നിലേക്കെത്തുന്ന ബീജമാണ് ആരോഗ്യമുള്ള അണ്ഡവുമായി സംയോജിച്ച് ഗർഭധാരണത്തിന് സഹായിക്കുന്നത്. വിജയകരമായി ബീജസങ്കലനം നടത്തിയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം സ്ത്രീകളിൽ ഇംപ്ലാന്റേഷന് സംഭവിക്കുന്നു. നിങ്ങളിൽ ഗർഭധാരണം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയം ഇംപ്ലാന്റേഷന് സംഭവിക്കുന്നു. ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരാൻ ആരംഭിക്കുന്ന സമയം വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ സമയം നിങ്ങളിൽ ചെറിയ രീതിയിലുള്ള സ്പോട്ടിംഗ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നു. ഇത് നടക്കുന്നത് അണ്ഡോത്പാദനത്തിന് ശേഷം 14 ദിവസം കഴിഞ്ഞാണ്. നിങ്ങളിൽ ബീജസങ്കലനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നത് പലരുടെയും സംശയമാണ്. എന്നാൽ അതിനുവേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അണ്ഡോത്പാദനത്തിന് 5 ദിവസം മുൻപ് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. കൃത്യമായി ആർത്തവം ട്രാക്ക് ചെയ്യുകയും എന്നാണ് അണ്ഡോത്പാദനം എന്നറിഞ്ഞിരിക്കുകയും വേണം. 2019 ഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അണ്ഡോത്പാദനത്തിന്റെ തലേദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ സ്ത്രീകൾ ഗർഭിണിയാകാൻ 41%-ലധികം സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ എന്നിവർ എന്തുകൊണ്ടും ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കണം.